നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ ദുരൂഹത ഉയർത്തി ഇപ്പോൾ ഒരു വാടക വീട്ടിലെ കിണറ്റിൽ നിന്ന് കല്ല് കെട്ടി താഴ്ത്തിയ ചാക്കിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കുകയാണ്. തൃശ്ശൂർ അരിമ്പൂരിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അരിമ്പൂർ 14-ാം വാർഡിൽ ന്യൂ ജനറേഷൻ റോഡിന് സമീപമുള്ള വീട്ടിലെ കിണറ്റിൽ നിന്നാണ് 6ഓളം എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രങ്ങളും കണ്ടെടുത്തിരിക്കുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടെയാണ് കല്ല് കെട്ടി താഴ്ത്തിയ നിലയിലുള്ള ചാക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് അത് മുകളിലേക്ക് പൊങ്ങി വരാത്ത രീതിയിൽ ചാക്കിൽ കല്ല് കെട്ടിയാണ് ഇത് അവിടെ ഇട്ടിരിക്കുന്നത്. സംഭവത്തിൽ കൊലപാതക സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഗൗരവമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലൻ എന്നയാളാണ് കിണറ്റിൽ ചാക്ക് കുടുങ്ങിക്കിടക്കുന്നത് ആദ്യം കണ്ടത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടെ ഇദ്ദേഹത്തിൻ്റെ കയറിൽ മറ്റൊരു കയർ പിന്നീട് കുടുങ്ങുകയായിരുന്നു. സംശയം തോന്നി ആ കയർ വലിച്ചു കയറ്റിയപ്പോഴാണ് കല്ല് കെട്ടി താഴ്ത്തിയ ചാക്ക് പുറത്തു വന്നത്. ചാക്കഴിച്ച് പരിശോധിച്ചപ്പോൾ മനുഷ്യ ശരീരത്തിലെ 6ഓളം എല്ലിൻ കഷ്ണങ്ങളാണ് ഈ ചാക്കിൽ നിന്ന് കണ്ടെത്തിയത്. ഇതോടുകൂടി തന്നെ ഇയാൾ ഭയന്നു. പിന്നീട് ഉടൻ തന്നെ പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. ചാക്കിനുള്ളിൽ അസ്ഥികൾക്കൊപ്പം ഒരു സ്ത്രീയുടെ അടിവസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ഈ അസ്ഥികൂടം ആരുടേതാണ് എന്നുള്ള ഇനിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഒപ്പം തന്നെ അടിവസ്ത്രം കണ്ടുകിട്ടിയതിനാൽ ഇത് ധരിച്ചിരുന്നത് ഉള്ള സ്ത്രീയുടെ അസ്ഥികൂടമാണോ എന്നുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കണ്ടെത്തിയ അസ്ഥികൾക്ക് ഏറെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ചാക്കിലാക്കി കല്ല് കെട്ടി താഴ്ത്തിയതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വർഷങ്ങളോളം ഇവിടെ ആരും അറിയാതെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ വേനൽക്കാലമാണ്, അതിനാൽ തന്നെ വെള്ളം കുറഞ്ഞതിനാലാണ് അത് കാണാനുള്ള സാധ്യത വീട്ടുടമസ്ഥ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായത് എന്നുള്ള സംശയം കൂടി ഉയരുന്നുണ്ട്. ഒരു ആസൂത്രിതമായ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ കിണറ്റിൽ താഴ്ത്തിയതാകാനാണ് സാധ്യതയെന്നും നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. കിണറ്റിൽ ഇനിയും കൂടുതൽ അസ്ഥികളോ അവശിഷ്ടങ്ങളോ ഉണ്ടോ എന്നറിയാൻ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ കിണർ വറ്റിച്ച് പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം നിലവിൽ ഒരു ചാക്കിൽ നിന്നാണ് അസ്ഥികൾ കിട്ടിയിരിക്കുന്നത്. അത് ഒരു മുഴുവൻ മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥികളില്ല. അതിനാൽ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ചാക്കുകളിൽ കല്ല് കെട്ടി താഴ്ത്തി അതേ കിണറ്റിൽ തന്നെ മറ്റുള്ള ഭാഗങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ ആ കിണർ പരിശോധിച്ചേ മതിയാവുകയുള്ളൂ. ശാസ്ത്രീയ പരിശോധനകൾക്കായി ഫോറൻസിക് വിദഗ്ധരെയും വിരലടയാള വിദഗ്ധരെയും സ്ഥലത്തെത്തിക്കും. കണ്ടെത്തിയ അസ്ഥികൾ മനുഷ്യൻ്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ലാബ് പരിശോധനയ്ക്കായിട്ടും അയച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു സ്ത്രീയുടെ അടിവസ്ത്രം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു മനുഷ്യൻ്റെ അസ്ഥി തന്നെയായിരിക്കാം, അതൊരു സ്ത്രീയുടെ അസ്ഥിയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. പക്ഷേ ഉറപ്പിക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. സംഭവം നടന്ന വീടിൻ്റെയും കിണറിൻ്റെയും പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നവർ ആരൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് നിന്ന് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. സമീപകാലത്ത് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തവരുടെയും പട്ടികയും പോലീസ് പരിശോധിച്ചു വരികയാണ്. ആസൂത്രിതമായ ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളാണ് പ്രാഥമികമായി കാണുന്നതെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അരിമ്പൂർ പോലുള്ള വളരെ തിരക്കേറിയ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരമൊരു കണ്ടെത്തലുകൾ ഉണ്ടായത് പ്രദേശവാസികളെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും വളരെ തിരക്കുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു കിണറ്റിൽ നിന്നും അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂ ജനറേഷൻ റോഡിലെ ഈ വീട് മുമ്പ് വിജനമായി കിടന്നിരുന്നതാണോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരും. കിണറ്റിൽ കണ്ടെത്തിയ ചാക്കിലെ കല്ലുകൾ എവിടെ നിന്ന് വന്നതാണെന്നും കയറിൻ്റെ പ്രത്യേകതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ നടന്നു എന്നതും അസ്ഥികളുടെ രാസപരിശോധനാ ഫലം വന്നാലേ വ്യക്തമാകും. കണ്ടെത്തിയ അസ്ഥികളിൽ തലയോട്ടി ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. അതിനാൽ തന്നെ മൃതദേഹം പൂർണ്ണമായല്ല ഇവിടെ നിക്ഷേപിച്ചതെന്ന് കരുതേണ്ടി വരും. സ്ത്രീയുടെ വസ്ത്രങ്ങൾ കിട്ടിയതിനാൽ കൊല്ലപ്പെട്ടത് സ്ത്രീ ആകാനുള്ള സാധ്യതയാണ് പോലീസ് കൂടുതലും കൽപ്പിക്കുന്നത്. DNA പരിശോധനയിലൂടെ മാത്രമേ മരിച്ചയാളെ തിരിച്ചറിയാൻ സാധിക്കൂ. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ സ്ഥലം സന്ദർശിക്കും. തൃശ്ശൂരിൽ മുൻപ് നടന്ന സമാനമായ ക്രിമിനൽ കേസുകളുടെ രീതിയും പോലീസ് താരതമ്യം ചെയ്യുന്നുണ്ട്.
മൃതദേഹം വെട്ടിനുറുക്കി ഒളിപ്പിക്കുന്ന രീതി മുൻപ് ചില കൊലക്കേസുകളിൽ കണ്ടിട്ടുള്ളതാണ്. അരിമ്പൂരിൽ ഈ കണ്ടെത്തൽ ജില്ലയെ ഏതെങ്കിലും പഴയ മിസ്സിംഗ് കേസുകളുമായി ബന്ധമുണ്ടോ എന്നതാണ് പോലീസിന്റെ പ്രധാന അന്വേഷണ വിഷയം. കിണറിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലും വിശദമായ തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകാൻ സാധ്യത കുറവാണെങ്കിലും പഴയ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഈ വഴിയിലൂടെ രാത്രികാലങ്ങളിൽ അസ്വാഭാവികമായി വാഹനങ്ങൾ വന്നോ പോയോ എന്നതിനെക്കുറിച്ചും സമീപവാസികളിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. നിലവിൽ ആ വീട്ടിൽ ഇപ്പോൾ ഈ കിണർ കണ്ടെത്തിയിട്ടുള്ള വീട്ടിൽ ബാലൻ എന്ന വാടകക്കാരൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇയാളാണ് അവിടെ നിന്ന് വെള്ളം കോരുന്നതിനിടയിൽ ഈ ഒരു കാഴ്ച കണ്ടിരിക്കുന്നത്. സംഭവസ്ഥലം ഇപ്പോൾ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് നീക്കം. അസ്ഥികൾ കണ്ടെടുത്ത വിവരം പുറത്തറിഞ്ഞതോടെ വൻ ജനക്കൂട്ടമാണ് അരിമ്പൂരിലേക്ക് എത്തുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നും വെസ്റ്റ് പോലീസ് അറിയിച്ചു. 10 വർഷത്തിലേറെ പഴക്കമുള്ള മൃതദേഹമാണോ ഇതെന്നും പരിശോധനയിലൂടെ വ്യക്തമാകും. മാത്രമല്ല ആ വീട് ഇപ്പോൾ ഈ ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുള്ള കിണറുള്ള ആ വീടിൻ്റെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സ്ഥിരമായ വാടകയ്ക്ക് നൽകി വന്നിരുന്ന ഒരു വീടാണോ? അങ്ങനെയാണെങ്കിൽ പോയ വർഷങ്ങളിലെല്ലാം തന്നെ അവിടെ ആരൊക്കെ താമസിച്ചിരുന്നു, അതിനുള്ളിൽ നിന്ന് ആരൊക്കെ കാണാതായിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ചാക്കിൽ കണ്ടെത്തിയ അസ്ഥികളിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും, അതൊരു മനുഷ്യൻ്റേതാണെങ്കിലും മറ്റെന്താണെങ്കിൽ കൂടി എല്ലാ ഭാഗങ്ങളും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മറ്റുള്ള ഭാഗങ്ങൾ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ഇനി ആ കിണറ്റിൽ തന്നെ ഉണ്ടോ എന്നറിയണമെങ്കിൽ ആ കിണർ പൂർണ്ണമായും വറ്റിച്ചേ മതിയാകൂ. മാത്രമല്ല ആ കിണറിൻ്റെയോ അല്ലെങ്കിൽ ആ വീടിൻ്റെയോ മറ്റെവിടെയെങ്കിലും പരിസരത്ത് അസ്ഥികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് എത്രത്തോളം പഴക്കം ഈ അസ്ഥിക്കുണ്ട് എന്നുള്ളതും ഇത് ആരുടേതാണെന്നുള്ളതും വലിയൊരു വെല്ലുവിളിയാണ് പോലീസിന് മുൻപിലുള്ളത്. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിലൊന്നും CCTV ദൃശ്യങ്ങളില്ല എന്നുള്ളത് കൂടി പോലീസിനേറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ്. അവിടേക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താനായിട്ടുള്ള വിദഗ്ധരടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.